ബി.ജെ.പി. ഭരണകാലത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇടം നേടിയ പരിഷ്കരണങ്ങൾക്ക് മാറ്റം വരുത്തി രാജസ്ഥാനിലെ ഗെഹ്ലോട്ട് സർക്കാർ. ടെക്സ്റ്റ് ബുക്കിൽ വീർ സവർക്കർ എന്നത് ദാമോദർ സവർക്കർ എന്നാക്കിയാണ് പുതിയതായി തിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ബ്രിട്ടീഷുകാർക്ക് സവർക്കർ മാപ്പെഴുതി നൽകിയ ചരിത്രവും 12ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വർഗീയ ചിന്തകൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ എന്ന നിലയിൽ ഹിന്ദു മഹാസഭയുടെ പേരും ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇസ്ലാമിക സംഘടനകളായ ജമാഅത്തെ ഇസ്ലാം, ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ സിമി എന്നീ സംഘടനകളുടെ പേര് മാത്രമാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ജിഹാദ് എന്ന പദവും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. നോട്ട് നിരോധനത്തെ പ്രകീർത്തിച്ച ഭാഗങ്ങളും പുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തു. ടെക്സ്റ്റ് ബുക്ക് റിവ്യൂ കമ്മിറ്റി നടത്തിയ പരിശോധനയിൽ നിരവധി തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ തിരുത്തലുകൾ വരുത്തിയതെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഗോവിന്ദ് സിംഗ് ദോത്തസാര പറഞ്ഞു. തിരുത്തലുകൾക്ക് പിന്നിൽ പ്രത്യേക രാഷ്ട്രീയ അജണ്ടകൾ ഒന്നും തന്നെ ഇല്ല എന്നും മന്ത്രി പ്രതികരിച്ചു. സ്കൂൾ സ്കോളർഷിപ്പ് ടെക്സ്റ്റിൽ നിന്നും RSS നേതാവ് ദീൻദയാൽ ഉപാധ്യായയുടെ പേര് നേരത്തെ നീക്കം ചെയ്തിരുന്നു. അനാവശ്യമായാണ് ബി.ജെ.പി. സർക്കാർ ദീൻദയാൽ ഉപാധ്യായയുടെ പേര് ടെക്സ്റ്റിൽ നൽകിയതെന്നും അതുകൊണ്ട് തന്നെ ഇനി അത് തുടരേണ്ടതില്ല എന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.